നമസ്കാരം. നമസ്കാരം. 2020 ജൂൺ 24-നായിരുന്നു മഹേഷിൻ്റെ ആത്മഹത്യ. നമുക്കറിയാം, അന്ന് SNDPയുടെ കോർഡിനേറ്ററായിരുന്നു അദ്ദേഹം. മൈക്രോ ഫിനാൻസിൻ്റെ കോർഡിനേറ്ററായിരുന്നു. അത് പിന്നെ എന്താ പറയുക, ബ്രാഞ്ചിൻ്റെ അല്ലെങ്കിൽ ആ SNDPയുടെ നേതാവായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. അപ്പോൾ ഇത്തരത്തിൽ രണ്ടുപേരും തമ്മിൽ വലിയ തരത്തിലുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് പെട്ടെന്ന് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നത് വലിയ തരത്തിലുള്ള കാര്യങ്ങളിലോട്ട് പോകുന്നത് 2020-ലാണ് ഈ സംഭവം നടക്കുന്നത്. ഇപ്പോൾ 2026 ജൂണിലോട്ട് എത്തുമ്പോൾ ഏകദേശം 6 വർഷം തികയുന്നു. അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നേ വരെ യാതൊരുവിധ തെളിവോ അല്ലെങ്കിൽ അന്വേഷണം എവിടെ എത്തി എന്നുള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങളും പുറത്തു വിട്ടിട്ടില്ല. അപ്പം യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് നിഗൂഢതകളില്ലേ? തീർച്ചയായും അത് തന്നെയാണ് ഇപ്പോൾ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു വലിയൊരു നിയമ നീക്കം നടന്നിട്ടുണ്ടായിരുന്നു. അത് ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസിൽ വെള്ളാപ്പള്ളി നടേശന് അടക്കം എതിരെയുള്ള അന്വേഷണ റിപ്പോർട്ട്, കേസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി ആ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം എന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. ഇനി ഒരു കാരണവശാലും ഈ കേസിൽ ഒരു അവധി കൊടുക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ ഫവാസ് ചൂണ്ടിക്കാണിച്ച വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ, VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിനെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചിരുന്നതാണ്. വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് ഇത് വലിയ ക്രമക്കേട് നടന്നിരിക്കുന്നു എന്നാണ് അന്ന് VS ചൂണ്ടിക്കാണിച്ചത്. അതായത് പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്നാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വലിയൊരു ഫണ്ട് എടുക്കുകയും നിസ്സാര പലിശയ്ക്ക് അവർക്ക് പണം കിട്ടുകയും ആ ഫണ്ട് എടുത്തിട്ട് വട്ടിപ്പലിശയ്ക്ക് കൊടുക്കുന്ന രീതിയിൽ വലിയ പലിശ ഈടാക്കിക്കൊണ്ട് ഈ സമുദായത്തിൻ്റെ വിവിധ ബ്രാഞ്ചുകളിലേക്ക് വിവിധ ആളുകൾക്ക് വേണ്ടിയിട്ട് ഈ പണം ജനറേറ്റ് ചെയ്ത് ലോണായിട്ട് കൊടുത്തു. ഇതിന് ചുക്കാൻ പിടിച്ചതാവട്ടെ, അല്ലെങ്കിൽ ഇതിന് താക്കോൽ സ്ഥാനത്ത് വെള്ളാപ്പള്ളി നടേശൻ നിർത്തിയതാവട്ടെ ഈ KK മഹേശൻ എന്ന ഈ ആലപ്പുഴ ജില്ലാ യൂണിയൻ്റെ സെക്രട്ടറിയെ തന്നെയാണ്. അദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ്റെ വലങ്കൈ ആയിരുന്നു. മാത്രമല്ല ഇദ്ദേഹം പല ബിസിനസ്സിലും വെള്ളാപ്പള്ളിയുടെ ബിനാമിയായിരുന്നു. ഇദ്ദേഹത്തെ മുൻനിർത്തിയിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ പല ബിസിനസ് കളികളും നടത്തിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ, അതായത് ഈ മഹേശൻ്റെ ഏതാണ്ട് 36 പേജുള്ള ഒരു ആത്മഹത്യാക്കുറിപ്പിൽ ഇത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നെ കുടുക്കിക്കൊണ്ട് ഇവർ മൈക്രോ ഫിനാൻസ് കേസിലെ എല്ലാ കാര്യങ്ങളും എൻ്റെ തലയിൽ വെച്ച് കെട്ടി ഇവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നുള്ള കൃത്യമായ ഒരു കുറിപ്പാണ് അതിൽ എഴുതി വച്ചിരിക്കുന്നത്. അതിൽ വെള്ളാപ്പള്ളി നടേശൻ ഈ KK മഹേശനെ മൈക്രോ ഫിനാൻസിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററായിട്ട് വയ്ക്കുകയായിരുന്നു. ഇവിടെയാണ് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്. ഈ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട ഫണ്ട് ക്രയവിക്രയത്തിലോ ലോൺ കൊടുക്കുന്നതിലോ മഹേശന് എവിടെയും കേരളത്തിൽ ഒരു ബാങ്കിലും ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല. മൈക്രോ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അക്കൗണ്ടും മഹേശൻ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ഈ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് നടന്നു കഴിഞ്ഞപ്പോൾ പലരും ആത്മഹത്യയൊക്കെ ചെയ്യേണ്ടായി. ജപ്തി നടപടികൾ നേരിട്ട് കഴിഞ്ഞപ്പോൾ പലരും ഈ കടക്കണിയിൽപ്പെട്ട് പലരും ആത്മഹത്യ ചെയ്തു. അങ്ങനെയാണ് ഈ വിഷയം VS ഒക്കെ ഏറ്റെടുക്കുന്നത്. അവിടെ വെള്ളാപ്പള്ളി നടേശൻ 1-ാം പ്രതിയായിട്ടും തുഷാർ വെള്ളാപ്പള്ളി 3-ാം പ്രതിയായിട്ടാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ ഈ നമ്മുടെ മഹേശനെ കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഒരേ സമയത്ത് തന്നെ ഇപ്പോൾ ആലപ്പുഴയിൽ വിജിലൻസ് മഹേശനെ ചോദ്യം ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ പത്തനംതിട്ടയിൽ വിളിച്ച് ചോദ്യം ചെയ്യും. അടുത്ത ദിവസം എന്നല്ല, രാവിലെ ഈ പറഞ്ഞ പോലെ ഉച്ചയാകുമ്പോഴേക്ക് ആലപ്പുഴയിൽ, ഒരു വൈകുന്നേരം ആകുമ്പോഴേക്ക് പത്തനംതിട്ടയിൽ എത്താൻ പറയുന്നു. അദ്ദേഹം അതിരൂക്ഷമാണ് ഇത് നടക്കുന്നത്. അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ, അതായത് 19-ാം തീയതിയാണ് ഈ സാധനം നടക്കുന്നത്. അന്ന് അദ്ദേഹം 32 പേജുള്ള ആ കുറിപ്പിൽ അദ്ദേഹം എഴുതി വെച്ചൊരു സാധനമാണ്. ഞാൻ അതുകൂടി ഒന്ന് വായിക്കാം. തീർച്ചയായും. സർക്കാർ സംവിധാനം ഉപയോഗിച്ച് എന്നെ ബുദ്ധിമുട്ടിക്കുമ്പോൾ പരമാവധി ഞാൻ പിടിച്ചു നിൽക്കും. എന്നിട്ടും പറ്റിയില്ലെങ്കിൽ യോഗമെടുത്ത നിലപാടുകൾ തിരുത്താൻ ഞാൻ സ്വയം രക്തസാക്ഷിയാകും. ഇതാണ് അദ്ദേഹം അതിൽ ലാസ്റ്റ് ആ 32 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹം എഴുതി വെച്ചൊരു വാക്കാണിത്. തീർച്ചയായും അത് ആ സർക്കാർ സംവിധാനങ്ങൾ അല്ലെങ്കിൽ സർക്കാരിലുള്ള അമിതമായ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് എവിടെയൊക്കെ ലോൺ കൊടുത്തിട്ടുണ്ടോ അവിടങ്ങളിലെല്ലാം കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതാത് ജുഡിസ്ട്രിക്ഷനിലേക്ക് ഈ കേസുകൾ വിളിച്ച് വരുത്തുക അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി വിജിലൻസ് ഉദ്യോഗസ്ഥർ ഈ മഹേശനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതായത് മാനസികമായി തകർക്കുക. അങ്ങനെ മഹേശനെ തകർത്ത് മഹേശൻ്റെ തലയിൽ ഇത് വെച്ച് കെട്ടി രക്ഷപ്പെടാനുള്ള എല്ലാ നീക്കങ്ങളും വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്നു എന്നുള്ളത് വളരെ വൈകിയാണ് മഹേശൻ മനസ്സിലാക്കിയത്. ആ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ മഹേശന് മനസ്സിലായി വെള്ളാപ്പള്ളിയെ പോലുള്ള ഒരു രാഷ്ട്രീയ സ്വാധീനവും
സാമ്പത്തിക സ്വാധീനമുള്ള ഒരാളുടെ അടുത്ത്, സാമുദായിക സ്വാധീനമുള്ള ഒരാളുടെ അടുത്ത് തനിക്ക് പോരാടി നിന്ന് ജയിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ഈ കാര്യങ്ങളെല്ലാം ലോകത്തെ അറിയിച്ചുകൊണ്ട് ഞാൻ മരിക്കുന്നു. എൻ്റെ ഈ രക്തസാക്ഷിത്വം കൊണ്ടെങ്കിലും ഇതിൽ നിന്നും ഈ ജനതയ്ക്കൊരു മോചനം ഉണ്ടാവണം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം ചെയ്തു. ഈ 32-36 പേജുള്ള ഈ ആത്മഹത്യാക്കുറിപ്പ് അതിനുശേഷം അദ്ദേഹം മരിക്കുന്ന അന്ന് കണിച്ചുകുളങ്ങര യൂണിയൻ ഓഫീസിൽ അദ്ദേഹം മരിക്കുന്ന ദിവസം മറ്റൊരു ഒറ്റ പേജിൽ മാത്രമുള്ളത്, ഒറ്റ പേജിലുള്ള അദ്ദേഹം അത് എഴുതി വെച്ചത് വളരെ സങ്കടകരമാണ് നമുക്കത് പറയുമ്പോൾ പോലും. കാരണം എൻ്റെ ഈ മരണം SNDP യൂണിയൻ ഭാരവാഹികൾക്ക് സമർപ്പിക്കുന്നു എൻ്റെ ജീവൻ, ഇതുകൊണ്ടെങ്കിലും കണ്ണു തുറക്കട്ടെ എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം അതിൻ്റെ ഒരു സന്ദേശം കൊടുത്തത്. അതായത് ഒരു മനുഷ്യന് ഒരു കാരണവശാലും മുന്നോട്ട് ജീവിച്ചു പോകാൻ പറ്റാത്ത അത്ര പ്രതിസന്ധിയിൽ കൊണ്ട് ചെന്ന് എത്തിച്ച ഒരു നേതൃത്വത്തിനെതിരെ ഒരു നിസ്സഹായനായ മനുഷ്യൻ്റെ ഒരു വിലാപമായിരുന്നത്. ആ ഒറ്റ പേജിലുള്ളത് അദ്ദേഹം എഴുതിയത് ഇങ്ങനെയാണ്: എൻ്റെ ജീവൻ ഈ വെള്ളാപ്പള്ളി നടേശന് പീഡിപ്പിക്കപ്പെടുന്ന എല്ലാ ഭാരവാഹികൾക്കും ഞാൻ സമർപ്പിക്കുന്നു. അദ്ദേഹം എഴുതി വെച്ച സാധനമാണ്. ഇനി അതിൽ വേറെ ഒന്നും വേണ്ട, എല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വെള്ളാപ്പള്ളി നടേശനെതിരെ കേസെടുക്കണം. നമ്മൾ മനസ്സിലാക്കുന്നത്, അറിയുന്നത് മഹേശൻ ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തെ ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്തിയതാണോ, അതിന് പുറകിൽ കൊലപാതക ശ്രമം ഉണ്ടായിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ ഇത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ ഒരു കാരണവശാലും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ മാധ്യമങ്ങൾ പറയുന്നതാണ് എന്ന് ധരിക്കരുത് ഒന്ന് പറയട്ടെ. കാരണം SNDP ഈ സമുദായത്തിൻ്റെ പ്രബലനായ നേതാവ് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ. അതുപോലെ തന്നെ ശിവഗിരി മഠത്തിൻ്റെ പ്രബലനായ ഒരു സ്വാമിയാരായിരുന്നു ശാശ്വതികാനന്ദ സ്വാമി. ഈ ശാശ്വതികാനന്ദ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം സ്വാമി നീന്തലിൽ വലിയ വിദഗ്ധനായിരുന്നു. അദ്ദേഹം കോളേജ് വിദ്യാഭ്യാസ കാലത്തൊക്കെ നദിക്ക് അക്കരെ ഇക്കരെയൊക്കെ നീന്തി കിടക്കുന്ന ഒരു ആൾ കൂടിയായിരുന്നു. ആരോഗ്യ ദൃഢഗാത്രനായിരുന്നു. അദ്ദേഹം പെരിയാറിൽ കുളിച്ചപ്പോൾ അരയ്ക്ക് വെള്ളത്തിൽ മുങ്ങി മരിച്ചു എന്നൊക്കെ പറഞ്ഞ് പിന്നീട് കേരളം ഞെട്ടുന്നൊരു വാർത്ത കണ്ടു. അവിടെ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധമുണ്ടായിരുന്ന, അതായത് ബന്ധമെന്ന് പറഞ്ഞാൽ വ്യക്തിബന്ധമുണ്ടായിരുന്ന ഒരു വാടക കൊലയാളിയുടെ സാന്നിധ്യം അന്ന് ആലുവയിലുണ്ടായിരുന്നു. അയാൾക്ക് ദീർഘനേരം വെള്ളത്തിൽ മുങ്ങിക്കിടക്കാനുള്ള കഴിവുണ്ടായിരുന്നു എന്നൊക്കെ പിന്നീട് വാർത്തകൾ കണ്ടറിഞ്ഞതാണ്. അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ കൂട്ടി വായിക്കപ്പെടുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ ഈ മഹേശൻ്റെ ആത്മഹത്യക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും ദുരൂഹമായ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടോ എന്നുള്ളതെല്ലാം ചിന്തിക്കപ്പെടേണ്ടത് തന്നെയാണ്. കുടുംബം ഇപ്പോഴും അത് തന്നെയാണ് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഈ മരണത്തെക്കുറിച്ചുള്ള ദുരൂഹതകൾ ഒഴിയണം, അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് പരാതി കൊടുത്തിരിക്കുന്നത്. 2 തവണയാണ് കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവായ VM സുധീരൻ ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ വലങ്കൈയായിരുന്ന മഹേശൻ്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു പിണറായി വിജയൻ സർക്കാരിന് 2 തവണയാണ് PM സുധീരൻ കത്ത് കൊടുത്തിരുന്നത്. ഈ 2 തവണയും കത്ത് കൊടുത്തത് ചവറ്റുകൊട്ടയിൽ പിണറായി വിജയൻ വലിച്ചെറിഞ്ഞു കളഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാൻ. യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ ദിവസം VM സുധീരൻ വീണ്ടും ഈ KK മഹേശൻ്റെ മരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തിരിക്കുന്നു. നേരത്തെ തന്നെ VM സുധീരനും വെള്ളാപ്പള്ളിയും നേർക്ക് നേർ പോരുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി കൂട്ടി വായിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ സന്ദർഭവശാൽ പറയുന്നത് മാത്രമാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇടതുപക്ഷത്തെക്കാൾ കൂടുതൽ അല്ലെങ്കിൽ BJPയേക്കാൾ ഏറ്റവും കൂടുതൽ VD സതീശൻ എന്ന നേതാവിനെ നേരിട്ട് എതിർത്തിട്ടുള്ളത് വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ്. അതായത് ഒരു വേളയിൽ VD സതീശനെ ബഫൂൺ എന്ന് വരെ ചിത്രീകരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ പറയുന്ന രീതിയിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ അടുത്ത് നിന്നുള്ളൊരു പ്രസ്താവന ഉണ്ടായിരുന്നു എന്നുള്ളത് പറയേണ്ട കാര്യമാണ്. VD സതീശൻ അപ്പോൾ അതെല്ലാം സ്വതസിദ്ധമായ ഒരു ശൈലിയിൽ കൈകാര്യം ചെയ്യുകയാണ് ചെയ്തത്. അദ്ദേഹം പ്രായമുള്ളൊരു മനുഷ്യനാണ്. ഞാൻ അതിനോട് പ്രതികരിക്കുന്നില്ല, പ്രതികരിക്കാൻ അറിയാത്തത് കൊണ്ടല്ല എന്നാണ്. അപ്പോൾ മറ്റുള്ള നേതാക്കളെ അപേക്ഷിച്ചുകൊണ്ട് VD സതീശനെ ഈ സാമുദായിക ആചാര്യന്മാരുടെ തിണ്ണ നിരങ്ങുന്നതിനോട് ഞാൻ അനുകൂലിക്കുന്നില്ല എന്നൊരു പ്രസ്താവന VD സതീശൻ്റെ ഭാഗത്ത് നിന്ന് മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഞങ്ങൾ സാമുദായിക ആചാര്യന്മാർ വിചാരിച്ചാൽ എന്ത് നടക്കും എന്നുള്ളത് കാണിച്ചു തരാം എന്നുള്ള രീതിയിലായിരുന്നു NSSൻ്റെ ജനറൽ സെക്രട്ടറിയായ സുകുമാരൻ നായരുടെയും അതുപോലെ SNDP യോഗം ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി നടേശൻ്റെ എല്ലാം വെല്ലുവിളി കലർന്ന തരത്തിലുള്ള ഒരു സംസാരം. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒപ്പം നമ്മൾ കൂട്ടി വെച്ച് വായിക്കേണ്ട മറ്റൊരു കാര്യം, ഈ ഇലക്ഷൻ കഴിഞ്ഞ് VD സതീശൻ ജയിച്ചപ്പം അദ്ദേഹത്തെ കാണാൻ വന്ന നേതാക്കളിൽ ഒരാൾ തുഷാർ വെള്ളാപ്പള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് മുൻകൂട്ടി അവർക്ക് അറിയാമായിരിക്കും. ഒരു പക്ഷേ ഇനി കേസുകൾ ഓരോന്നോരോന്നായി പൊക്കാൻ തുടങ്ങും എന്നുള്ള സാധനം. അപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി വന്ന് കാണുന്നു. ഇനി അത് മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഈ പറഞ്ഞ പോലെ സതീശനെ അതിശക്തമായി പറഞ്ഞ ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. പക്ഷേ
അതേ വെള്ളാപ്പള്ളി നടേശനെ പോയി കണ്ട UDF നേതാക്കന്മാരുണ്ട്. രമേശ് ചെന്നിത്തലയെ പോലത്തെ കൊല്ലത്തെ MLA അടക്കമുള്ള പല നേതാക്കന്മാർ, അത് ബിന്ദു കൃഷ്ണ അടക്കമുള്ള മന്ത്രിമാർ അവിടെ ഉണ്ട്. അപ്പം ഈ വിഷയം വരുമ്പോൾ എനിക്കറിയില്ല ഇത് എത്രത്തോളം കോൺഗ്രസ് ആത്മാർത്ഥയോടെ അന്വേഷിക്കുന്നുള്ള. കാരണം ഇതേ നമുക്കറിയാം ആഭ്യന്തര വകുപ്പാണ് ഇത് അന്വേഷിക്കേണ്ടത്. ആഭ്യന്തര വകുപ്പ് ഇരിക്കുന്നത് രമേശ് ചെന്നിത്തല കയ്യിലാണ്. രമേശ് ചെന്നിത്തല ഈ പറഞ്ഞ പോലെ വെള്ളാപ്പള്ളിയുടെ ഒരു എന്താ പറയുക നേതാ, അതെ. അപ്പം അവരെ പിണക്കി അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന ഒരാളാണ്. ജയിച്ച ഉടനെ പോയി കണ്ടൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം ഇത്തരത്തിൽ വരുമ്പോൾ ഇതെങ്ങനെ സാർ എങ്ങനെ ഈ വിഷയത്തെ കാണുന്നത്? ഇവിടെ നീതിപരമായ ഒരു അന്വേഷണം ഉണ്ടാവും. ഇവിടെ ഫവാസ് പറഞ്ഞത് വലിയ എടുത്ത് പറയേണ്ട കാര്യമാണ്, ഉറക്കെ ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെയാണ് ഞാൻ VM സുധീരനായിട്ട് ഈ സംഭവം കൂട്ടി വായിക്കുന്നത്. കാരണം 2 തവണ VM സുധീരൻ പിണറായി വിജയന് ഈ മരണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് ചവറ്റുകൊട്ടയിൽ എറിയപ്പെട്ടു. അന്വേഷണം ഒന്നും ഉണ്ടായില്ല. വീണ്ടും ഈ VD സതീശനും വെള്ളാപ്പള്ളിയും തമ്മിലുള്ള ഇങ്ങനെയൊരു ശീതസമരം നിലനിന്ന സാഹചര്യത്തിൽ VD സതീശൻ ഒരു കാരണവശാലും വെള്ളാപ്പള്ളിക്ക് എതിരെയുള്ള ഈ ഒരു ആരോപണം കുത്തിപ്പൊക്കാനുള്ള സാധ്യതയില്ല. VD സതീശനായാലും നിൽക്കില്ല. പകരം VM സുധീരൻ എന്ന തലമുതിർന്ന നേതാവിലൂടെ ഈ ഒരു ആവശ്യം മുന്നോട്ട് കൊണ്ടുവരികയും തനിക്കെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ഇത്തരം എല്ലാവിധ ആരോപണങ്ങൾക്കും നിയമപരമായി തന്നെ വെള്ളാപ്പള്ളി നടേശന് ഒരു മറുപടി കൊടുക്കുക എന്നുള്ളൊരു ഗൂഢമായ ലക്ഷ്യം ഇതിൻ്റെ പിറകിൽ ഉണ്ടോ, അതിൽ VD സതീശൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ചിന്താസരണികൾ ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തേണ്ടത് തന്നെയാണ്. പിന്നെ ഇപ്പോൾ VD സതീശൻ അത്തരത്തിലൊരു നിയമപരമായ നടപടി കൈക്കൊള്ളുകയാണെങ്കിൽ ആഭ്യന്തര വകുപ്പിന് അത് കണ്ണടച്ച് തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ഈ തെളിവുകളും ആത്മഹത്യാക്കുറിപ്പും എല്ലാം വെള്ളാപ്പള്ളി നടേശനെതിരായി നിൽക്കുന്നിടത്തോളം കാലം ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ എത്രത്തോളം മെല്ലെപ്പോക്ക് നടത്തിയാലും വെള്ളാപ്പള്ളി നടേശനെതിരെ നടപടിയെടുക്കാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ബാധ്യസ്ഥനാവും. അല്ലെങ്കിൽ ഇവിടെ നീതിന്യായ കോടതികളൊക്കെ വേറെ ഉണ്ടല്ലോ. അല്ല, ഇതിപ്പോൾ ഇപ്പം CBIയിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം തുഷാർ വെള്ളാപ്പള്ളി NDA ബന്ധപ്പെട്ട് BJP ബന്ധപ്പെട്ട് അവിടെ സ്ട്രോങ് ആണ്. അപ്പം ആ ഭാഗത്ത് സെൻട്രൽ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള ഒരു പ്രശ്നം എന്തായാലും ഈ പറഞ്ഞ പോലെ വെള്ളാപ്പള്ളിക്ക് ഉണ്ടാവില്ല. അത് എനിക്ക് തോന്നുന്നു പലപ്പോഴും ഇവർ കീപ്പ് ചെയ്ത ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശൻ CPMൽ, അതായത് സംസ്ഥാനത്ത് ആരാണ് ഭരിക്കുന്നത് അവരെ പ്രീണപ്പെടുത്തി അവിടെ ഭാഗത്ത് നിൽക്കുന്നു. മകൻ കേന്ദ്രത്തിൽ ആരെ ഭരിക്കുന്ന അവിടെ. ഇപ്പോൾ രണ്ടും സേഫ് ആണല്ലോ. സംസ്ഥാനത്തെ ഭാഗത്തും പ്രശ്നം ഉണ്ടാവില്ല, കേന്ദ്രത്തിന്റെ ഭാഗത്തും പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ സംസ്ഥാനം മാറിപ്പോയി. അപ്പം മകനെ ഇങ്ങോട്ടും പറഞ്ഞേക്കുന്നു ഇവരൊന്ന് സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പം ഭരണം എന്തായാലും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ തോന്നുന്നു എനിക്ക് തോന്നുന്നു വലിയ തരത്തിലുള്ള നടപടി ഉണ്ടാവാൻ ചാൻസ് ഇല്ല. സാധ്യതയില്ല. BJP ആണല്ലോ. തന്നെയല്ല ഇപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന 3ാം വട്ടവും പിണറായി വിജയൻ അധികാരത്തിൽ വരണം, പിണറായി വിജയന് വേണ്ടി ഇങ്ങനെ വിടുപണി ചെയ്യുകയും വെള്ളം കോരുകയും വിറകുകൊട്ടൊക്കെ ചെയ്ത് വെള്ളാപ്പള്ളി നടേശൻ അറിയാം ഇത്തരം കേസുകൾ പിണറായി വിജയന്റെ ഫയലിലുണ്ട്, മേശപ്പുറത്തുണ്ടെന്നുള്ളത് അറിയാം. അപ്പം ഇതൊരു കാരണവശാലും പൊങ്ങരുത്. ഇപ്പോൾ ശാശ്വതീകാനന്ദയുടെ മരണം ഉൾപ്പെടെയുള്ള നിരവധി കേസുകൾ ഇദ്ദേഹത്തിനെതിരെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും VD സതീശൻ നീതിയുക്തമായ രീതിയിൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിന് ശുപാർശ ചെയ്യുകയാണെങ്കിൽ അത് നിയമപരമാണെന്നുണ്ടെങ്കിൽ അതിന് കണ്ണടച്ച് നിൽക്കാൻ രമേശ് ചെന്നിത്തലയ്ക്കും ചിലപ്പോൾ സാധിച്ചെന്നിരിക്കില്ല. കാരണം ഘടകകക്ഷിയായ UDFലെ ഏറ്റവും വലിയ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന് ഈ വെള്ളാപ്പള്ളി നടേശനോടുള്ള വൈരാഗ്യ മനസ്ഥിതി പണ്ടേ അറിഞ്ഞതാണ്. വെള്ളാപ്പള്ളിക്കും അതുണ്ട്. അപ്പോൾ തീർച്ചയായും UDFലെ ഘടകകക്ഷി എന്ന രീതിയിൽ നീതിയുക്തമായ ഒരു തീരുമാനമെടുക്കാൻ സർക്കാർ പിന്നോട്ട് പോവുകയാണെങ്കിൽ അവരുടേതായിട്ടുള്ളൊരു സമ്മർദ്ദം കൂടി ഇതിൽ വന്നു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയ്ക്ക് അതിന് വഴിപ്പെടാതിരിക്കാൻ സാധ്യതയില്ല. എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ മൈക്രോ ഫിനാൻസ് കേസുമായി ബന്ധപ്പെട്ട് ഒരിക്കലും സുരക്ഷിതനല്ല. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ തന്നെ നിർദ്ദേശമുണ്ട്, ജൂൺ 15-ാം തീയതിക്ക് അകം തന്നെ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളിലും അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് കൊടുക്കണം. ഇനിയൊരു അവധിയില്ല. അന്ത്യശാസനം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഒറ്റാലിൽ അല്ലെങ്കിൽ വലയിൽ കുളത്തിൽ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ്റെ സ്ഥിതി ഗുരുതരമായി മാറുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.